ഹലോ, ഗുഡ് ഈവനിങ്. സോ ഇന്നത്തെ ടോപ്പിക് NMC CBT UK അഡൾട്ട് നഴ്സിംഗ് എക്സാമിനെ കുറിച്ചാണ്. എനിക്കറിയാം എക്സാമിന് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവും ചെറിയൊരു ടെൻഷനും ആ എക്സാമിനെ കുറിച്ച് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് അതിന് ശേഷം എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത് അവരെന്തൊക്കെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, ആഫ്റ്റർ എക്സാമിന് ശേഷം എന്താണ്. എനിക്ക് NMC CBT എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എനിക്ക് മുമ്പ് എക്സാം എഴുതിയ കുട്ടികളുടെ അടുത്തൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ട് അതിൽ നിന്നൊരു ഐഡിയ ഉണ്ടാക്കുകയായിരുന്നു. മൊത്തത്തിൽ നമ്മൾ ഓക്കെ എക്സാമിന് നമ്മൾ പ്രിപ്പയർഡ് ആണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും, എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ്, നമുക്ക് കാണാം. അപ്പോൾ NMC CBT നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് മെയിൻലി എഴുതാൻ പോകുന്നവർക്ക് അതിൽ അറിയാൻ പറ്റുമായിരിക്കും രണ്ട് പാർട്സ് ആണുള്ളത്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ ന്യൂമറസി, പാർട്ട് ബിയിൽ ക്ലിനിക്കൽ. ന്യൂമറസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫുള്ള് വരിക മെഡിസിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ എന്താണ് ക്ലിനിക്കൽ, അതായത് നമ്മുടെ ഹോൾ നഴ്സിംഗ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മളിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും പാർട്ട് ബിയിൽ. അതുകൂടാതെ നമ്മുടെ UK ബേസ്ഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ കുറേ ആക്റ്റും കാര്യങ്ങളും, സേഫ് ഗാർഡിങ്, അബ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങളും അങ്ങനെ വരുന്ന കുറേ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നമുക്ക് പാർട്ട് എ ന്യൂമറസിനെ കുറിച്ച് ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ന്യൂമറസിയിൽ ഞാൻ പറഞ്ഞതുപോലെ കാൽക്കുലേഷൻ, മെഡിസിൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ന്യൂമറസിയിൽ കൂടുതലും വരിക. അപ്പോൾ അവിടെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വി ഹാവ് ടു കംപ്ലീറ്റ് ഇൻ 30 minutes. ആക്ച്വലി പ്ലെൻറ്റി ഓഫ് ടൈം ആണ് 30 minutes. ഒരു 2 times ഒക്കെ നമുക്ക് റീച്ച് ചെയ്യാനുണ്ടാവും. പക്ഷേ ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്, ഈസി ആയിരിക്കും നമുക്കിത് ചെയ്യാൻ. പക്ഷെ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സിമ്പിൾ ആവുന്നോ അത്രത്തോളം നമ്മൾ മിസ്റ്റേക്സ് ചെയ്യും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ ഇൻബിൽട്ട് ആയിട്ടൊരു എന്താ പറയുക കാൽക്കുലേറ്റർ ഉണ്ടാവും. അപ്പോൾ എപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ആ കാൽക്കുലേറ്ററിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യുക. ഒരു 2-3 times ആ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. മേക്ക് ഷുവർ ചെയ്യുക ആൻസർ കറക്റ്റ് ആണെന്ന്. അതായത് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു സീറോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ആൻസറിൻ്റെ വാല്യൂ അത് റോങ് ആവും. പിന്നെ അത് കൂടാതെ തന്നെ വാല്യൂ വരുമ്പം യൂണിറ്റ്സ്, കിലോഗ്രാം, മില്ലിഗ്രാം, എന്താ ML, അതൊക്കെ വരുമ്പം യൂണിറ്റ്സിനും അത് കറക്റ്റ് ആയിട്ടാണ് അത് എഴുതേണ്ടത്. നമ്മൾ ഈവൻ യൂണിറ്റ്സ് റോങ് ആയാൽ പോലും നമ്മുടെ ആൻസർ റോങ് ആവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടു കൂടി പ്രോബ്ലം സോൾവ് ചെയ്യുക. അതുകൂടാതെ ഇക്വേഷൻസ് ഉണ്ടാവും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് വേണം ആൻസർ ചെയ്യാൻ. പിന്നെ എന്താ യൂണിറ്റ്സിൻ്റെ കാര്യവും ശ്രദ്ധിക്കുക. സോ നെക്സ്റ്റ് പാർട്ട് ബി, ക്ലിനിക്കൽ. ന്യൂമറസി കഴിയുമ്പോഴത്തേക്കും 30 minutesനുള്ളിൽ നമ്മൾ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും. അത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ ക്ലിനിക്കലിൻ്റെ പേജിലേക്ക് കിടക്കും. അവിടെ നമുക്കുള്ളത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 100 questions. നമുക്ക് 100 questions ഉണ്ടാവും. നമുക്ക് അതിന് തന്നിരിക്കുന്ന ടൈം 2 hours and 30 minutes. ആക്ച്വലി വി ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. നമുക്ക് 2-3 times റീച്ച് ചെയ്യാനുള്ള ടൈം ഉണ്ട് നമുക്ക് ന്യൂമറസി ചെയ്യുന്ന സമയത്ത്. പിന്നെ അവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ഫ്ലാഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് കോൺഫിഡൻ്റ് ആണ്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണെങ്കിൽ നമുക്കത് ആൻസർ ക്ലിക്ക് ചെയ്ത് പോവാം. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് നമ്മളൊന്ന് ചൂസ് ചെയ്യാണ് വേണ്ടത്. ഇപ്പം നമുക്കൊരു ഡൗട്ടാണ്, നമ്മൾ അത് ആൻസർ നമുക്ക് ഷുവർ അല്ല. സോ വാട്ട് യു ക്യാൻ ഡു, മുകളിലുള്ള ഓപ്ഷൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റ് ദ എൻഡ് നമ്മൾ 100 questions കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നെക്സ്റ്റ് പേജ് വരും. അവിടെ ഫ്ലാഗ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അൺഷുവർ ആയിട്ട് ഓപ്ഷൻ ഇട്ടിരുന്ന ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് തിരിച്ചു പോയിട്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എന്താ ബെനിഫിറ്റ് ഉണ്ട് ഈ ഫ്ലാഗ് എന്നുള്ള ഓപ്ഷൻ കൊണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലിനിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ക്ലിനിക്കൽ ടോപ്പിക്സ്, ഇൻക്ലൂഡിങ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റപ്പ്, PPE, എന്താ യൂസേജ് ഓഫ് ക്രച്ചേഴ്സ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, എന്താ പിന്നെ പറയുക. പിന്നെ NMCയുടെ ഇത് വരുമ്പോഴത്തേക്കും NMC കോഡ്, 6 കോഡ്സിൻ്റെ കാര്യം, പിന്നെ ഇവിടുത്തെ NMCയുടെ ഇവിടെ UK യിലുള്ള മെയിൻ ആയിട്ടുള്ള ആക്ട്,
ഒരുപാട് ആക്ട്സ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവണം. പിന്നെ സേഫ് ഗാർഡിങ്, അബ്യൂസ്, ആ ഒരു 20 ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവും. കാരണം നമ്മൾ അതുമായിട്ട് ഫെമിലിയർ അല്ല. നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ടൈമിലാണ് നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ നന്നായിട്ട് ഫോക്കസ് കൊടുത്തിട്ട് ആ ഏരിയാസ് കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മൾ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പോഷർ ഓൾറെഡി ഉണ്ട്, നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പക്ഷേ ഈ ആക്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓൺ ദ ഡേ ഓഫ് ദ CBT, നമ്മുടെ CBT എക്സാമിൻ്റെ അന്നത്തെ ദിവസം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ എക്സാമിൻ്റെ ടൈം 10 o'clock ആണെന്ന് വിചാരിക്കുക. സോ ജസ്റ്റ് അറൈവ് അറ്റ് ദ സെൻറ്റർ അറ്റ്ലീസ്റ്റ് 30 minutes ബിഫോർ യുവർ എക്സാം. അവർ ഇൻസ്ട്രക്ഷനകത്ത് പറയുന്നത് 15 minutes ബിഫോർ ആണെന്ന് തോന്നുന്നു. ബട്ട് ജസ്റ്റ് നമുക്കൊന്ന് റിലാക്സ് ആവാനും കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകാനും ഇറ്റ്സ് ബെറ്റർ ഓൾവൈസ് ഏർലി ചെല്ലുന്നതായിരിക്കും നമ്മുടെ ഒരു എന്താ പറയുക മനഃശാന്തിക്ക് നല്ലതെന്ന് പറയുമല്ലോ, നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് നല്ലത്. അപ്പോൾ ഒരു 30 minutes മുമ്പ് ആ സെൻറ്ററിൽ എത്താൻ ശ്രമിക്കുക. പിന്നെ അവിടെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മസ്റ്റ് ബി റിക്വയർഡ് ടു പ്രസൻറ്റ് എ വാലിഡ് പാസ്പോർട്ട്. നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് അവിടുത്തെ റിസപ്ഷനിലെ സ്റ്റാഫിന് എടുത്ത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റാഫ് വെരിഫൈ ചെയ്യും. എന്താ പറയുക, നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്യും. എന്നിട്ട് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ, അതായത് അവിടുത്തെ ഗൈഡ് ലൈൻസും പോളിസീസും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു പേപ്പർ നമുക്ക് വായിക്കാൻ തരും. നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. അതിന് മുമ്പ് നമ്മുടെ അടുത്ത് നമ്മുടെ മൊബൈൽ, വാച്ച് എല്ലാം, നമ്മുടെ ബാഗ് എല്ലാം നമുക്കൊരു പേഴ്സണൽ ലോക്കർ തരും. അവിടെ ലോക്ക് ചെയ്തിട്ട് കീ നമ്മുടെ അടുത്ത് വെക്കാൻ പറയും. അതിനുശേഷം നമ്മളെ വേറൊരു സ്റ്റാഫ് അവരുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് നമ്മളെ ഒന്നുകൂടി വെരിഫൈ ചെയ്യും. നമ്മൾ ഡിജിറ്റലി ഒരു സിഗ്നേച്ചർ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഫോട്ടോഗ്രാഫ് എടുക്കും. പിന്നെ നമുക്ക് ജാക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവർ അത് എന്താ പറയുക റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ലോക്കറിൽ സേഫായിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കാൻ പറയും. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും സ്റ്റാഫ് നമ്മളെ അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് ദ CBT. നമ്മൾ CBTയുടെ പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റാഫ് വന്ന് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് കയറുന്നതിന് മുമ്പ് നമ്മളെ ഒന്നുകൂടി അവർ വെരിഫൈ ചെയ്യും. നമുക്കൊരു പെന്നും പേപ്പറും തരും. എന്നിട്ട് നമ്മുടെ ഒരു നമ്പർ ഉണ്ടാവും നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടറിൽ. ആ നമ്പറിൻ്റെ അവിടേക്ക് പോകാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നമ്മുടെ നെയിം ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതായത് അവർ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ആയിരിക്കും അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുക നമ്മുടെ നെയിം തന്നെയാണോ ആ സിസ്റ്റത്തിലെന്ന്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അടുത്തുള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ചെയ്യാൻ പാടില്ല. അത് ഓൾറെഡി നമ്മൾ അവിടെ വായിക്കുന്ന ഗൈഡ് ലൈൻ, അവർ തരുന്നൊരു ഗൈഡ് ലൈൻ വായിക്കാൻ തരുന്നുണ്ട്, അതിൽ തന്നെ ഓൾറെഡി ഉണ്ട്. സോ നമ്മളത് മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും സംസാരിക്കാൻ പോകരുത്. പിന്നെ ദാറ്റ് ഏരിയ ഷുഡ് ബി സൈലൻറ്റ്, നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കൺസേൺസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എണീക്കാൻ പോകരുത്, സംസാരിക്കാൻ പാടില്ല. വാട്ട് യു ഹാവ് ടു ഡു, ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്സ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു സ്റ്റാഫ് അവിടെ ഉണ്ടാവും. അവർ നമ്മുടെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊരു ന്യൂമറസി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, ഒരു ഓവറോൾ ഒരു റിവ്യൂ പോലെ ഉണ്ടാവും. അത് ജസ്റ്റ് വായിക്കുക. അതിനുശേഷം ന്യൂമറസി സ്റ്റാർട്ട് ചെയ്യുക. നമ്മളത് വായിക്കുന്ന സമയത്ത് ആ ടൈം അവിടെ കൗണ്ട് ആവില്ല. നമ്മൾ എപ്പോഴാണ് ന്യൂമറസിൽ ക്ലിക്ക് ചെയ്ത് യു ആർ ഓക്കെ ടു പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ നെക്സ്റ്റ് അടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ടൈം അവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ന്യൂമറസി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ക്ലിനിക്കലും കംപ്ലീറ്റ് ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രീഫ് ക്വസ്റ്റ്യനെയർ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യനെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്സ്. ആ സ്റ്റാഫ് അവിടെ വരും. അവരുടെ അടുത്ത് പറയാം കംപ്ലീറ്റ് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. നമ്മൾ സ്റ്റാഫ് വിൽ കളക്ട് എനി എറേസബിൾ നോട്ടീസ് ബോർഡ്സ്. അവർ തന്ന പേപ്പറും പേനയും അതൊക്കെ അവർ കളക്ട് ചെയ്യും. നമ്മുടെ അടുത്ത് പുറത്തേക്ക് പൊക്കോളാൻ പറയും. അടുത്തത് റിസൾട്ടിൻ്റെ കൺസേൺ ആണ്. റിസൾട്ട് മുമ്പൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, റിസൾട്ട്സ് ലൈക്ക് 2 days, നമ്മൾ എക്സാം എഴുതിയതിന് ശേഷം 2 daysന് ശേഷം മെസ്സേജ്, ഇമെയിൽ അങ്ങനെയായിരുന്നു റിസൾട്ട് CBTയുടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ as soon as നമ്മൾ നമ്മുടെ എക്സാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കാൽക്കുലേറ്റ് ആയി നമ്മുടെ പുറത്തിരിക്കുന്ന സ്റ്റാഫിന് പ്രിൻ്റ് ഔട്ട് കിട്ടും.
അപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ആ പ്രിന്റ് ഔട്ട് തരും. അവർ പറയൊന്നുമില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും തരിക. പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും സെപ്പറേറ്റ് ആയിരിക്കും ആ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട്. നമുക്ക് അവിടുന്ന് ഇത് ചെയ്തിട്ട് നമുക്കത് റിവ്യൂ ചെയ്യാം. അതിനുശേഷം നമ്മുടെ എന്താ ബിലോങ്ങിങ്സ് നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്ത് അവിടുന്ന് നമുക്ക് തന്ന ലോക്കറിന്റെ കീ അവർക്ക് റിട്ടേൺ ചെയ്യുക. പിന്നെ അതിനുശേഷം നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് ആ റിസൾട്ടിന്റെ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിയേഴ്സൺ വ്യൂ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. 48 അവേഴ്സിന് ശേഷം വിത്തിൻ 48 അവേഴ്സ് നമുക്ക് അതിന്റെ റിസൾട്ട് അതിനകത്ത് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ്. ഇപ്പൊ നമ്മളൊന്ന് ഫെയിൽ ആയി, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് CBT നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല. ഇപ്പൊ രണ്ടാമത്തെ അറ്റംപ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമുക്ക് എത്ര തവണ ഈ CBT എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും? സോ അതിനുള്ള ആൻസർ ആണ് നമുക്ക് അപ് ടു 3 times ആസ് പാർട്ട് ഓഫ് 1 ആപ്ലിക്കേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ NMCയുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അതിന്റെ ഒരു പാർട്ടാണ് അതിന്റെ എനിക്ക് തോന്നുന്നു സ്റ്റേജ് 2 ഒരു പാർട്ടാണ് CBT എക്സാം എന്ന് പറയുന്നത്. ആ ഒരു 1 ആപ്ലിക്കേഷനിൽ നമുക്ക് 3 times CBT എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അതും വിത്ത് മിനിമം ഓഫ് 10 days between each settings. അതായത് നമ്മളിപ്പം ഫസ്റ്റ് ഓഫ് ഏപ്രിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിന് ഫെയിൽ ആയി. അപ്പോൾ നമുക്ക് അടുത്ത എക്സാം നമുക്ക് എപ്പോൾ എഴുതാം? ഒരു 10 days ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത എക്സാം ബുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് 3 times ആണ് നമുക്ക് NMC CBT എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മളിപ്പം 3 ടൈംസും അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഫെയിൽ ആയി, നമ്മുടെ റിസൾട്ട് നമ്മൾ പാസ് ആയില്ല എന്നാണെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NMCയുടെ ആപ്ലിക്കേഷൻ അത് ക്ലോസ് ആവും. നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആപ്ലിക്കേഷനിൽ 3 അറ്റംപ്റ്റിന് ശേഷം നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതായത് 4th അറ്റംപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വി ഹാവ് ടു സ്റ്റാർട്ട് എഗെയിൻ. സോ നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ട് വേണം CBT എക്സാം എഴുതാൻ. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്, ആ എക്സാം നമുക്ക് എഴുതാൻ പറ്റുന്നത് 6 monthsന് ശേഷമാണ്. ഇപ്പൊ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 3rd അറ്റംപ്റ്റ് വരെ വേറൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഡയറക്റ്റ്ലി പോകാൻ പറ്റുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തു, നമുക്ക് ഫെയിൽ ആയി, പാസ്സായില്ല. സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ ഫെയിൽ ആയി. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലോസ് ആവും. So in order to be able to take your 3rd CBT attempt, what you have to do send an email to the NMC enquiries. അപ്പോൾ 3rd അറ്റംപ്റ്റിൽ, അതായത് സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനിൽ തന്നെ 3rd അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ NMC എൻക്വയറീസിൽ ഒരു മെയിൽ ചെയ്തിട്ട് അത് ക്ലാരിഫൈ ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ നമുക്ക് 3rd അറ്റംപ്റ്റിൽ ആ ആപ്ലിക്കേഷനിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഒരു ബ്രീഫായിട്ട് ഞാൻ പറയാം. NMC അഡൽട്ട് നഴ്സിംഗിന്റെ CBT എക്സാമിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മെയിൻലി 2 parts ആണുള്ളത്, പാർട്ട് A ആൻഡ് പാർട്ട് B, ന്യൂമറസി ആൻഡ് ക്ലിനിക്കൽ. ന്യൂമറസിയിൽ the word itself we can say that is all about calculation and medications. ക്ലിനിക്കൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ക്ലിനിക്കൽ ഏരിയാസ് നമ്മൾ എന്തൊക്കെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്, പ്ലസ് ദ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ NMC UK ഇവിടുത്തെ ആക്ടും അബ്യൂസ് അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 20 ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ എക്സാം ഡേയിൽ നമുക്ക് അടുത്ത് 30 minutes മുമ്പ് ചെയ്യുക, ഒരു വാലിഡ് പാസ്പോർട്ട് ID ഉണ്ടാവുക. പിന്നെ ഡ്യൂറേഷൻ ന്യൂമറസിക്ക് 30 minutes. ന്യൂമറസി മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ ഫില്ല് ചെയ്യണം. ക്ലിനിക്കൽ വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, 100 questions, 2 hours 30 minutes നമുക്ക് ചൂസ് ചെയ്യാം ആൻസർ. പിന്നെ നമ്മൾ എന്താ പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ്, സ്റ്റാഫ് വിൽ ഹെൽപ്പ് യു. അതിനുശേഷം എക്സാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ നമുക്ക് റിസൾട്ട് അവിടെ നിന്ന് കിട്ടും. അതുകൂടാതെ 48 അവേഴ്സിന് ശേഷം നമുക്ക് ഇമെയിൽ ആയിട്ടും PSN വ്യൂവിൽ നിന്ന് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് റിസൾട്ട് കാണാൻ കഴിയുന്നതാണ്. ഇത്രയുമാണ് ഒരു ഓവർവ്യൂ അബൌട്ട് NMC CBT എക്സാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ന്യൂമറസിയെ കുറിച്ചുള്ളൊരു 10 questions ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, share and subscribe. So wish you all the best for your NMC CBT exam. So വരുന്ന വീഡിയോസിൽ ഇപ്പം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ന്യൂമറസിയുടെയും ക്ലിനിക്കലിൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, share and subscribe. Thank you for watching.